അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക ചരിത്രത്തിൽ സമ്പത്തിനെ മുഴുവനും കോടീശ്വരനായി ജനിച്ച് അവസാനം മരണപ്പെട്ടപ്പോൾ കഫം പുടവ പോലും തികയാത്ത ഒരു അത്ഭുത ജീവിതം നമുക്ക് പഠിക്കാനുണ്ട്. മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രം അത്ഭുതമാണ് അല്ലേ. സമ്പത്ത് മുഴുവനുണ്ടായി, കോടീശ്വരനാണ്. നമ്മളൊക്കെ നമ്മുടെ ഭാഷയെ പറഞ്ഞ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ചു എന്നൊക്കെ നമ്മൾ പറയൂലേ, അതുപോലെ ജനിച്ച ഒരാളാണ്. എന്നിട്ട് അവസാനം മരണപ്പെട്ട പൊഫാത്തായപ്പ നിബിതങ്ങൾ പോലും കരഞ്ഞുപോയ ആ മഹാന്റെ ജീവിതത്തിലേക്കൊന്ന് എത്തി നോക്കാം, കഥ പറയാം. അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ മക്കയിൽ ഖുറൈശി കുടുംബത്തിലാണ്, ഗോത്രത്തിലാണ് മഹാനായ മിസ്അബ് ബിൻ ഉമൈർ തങ്ങൾ ജനിക്കുന്നത്. കോടീശ്വരനാണ്. ഉമ്മ ഉനാസ എന്ന് പറയുന്ന മാതാവ് കോടീശ്വരിയാണ്. ആ സമ്പത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും മുഴുവൻ അവകാശിയും മിസ്അബ് തങ്ങൾക്കാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ കാണാം, മിസ്അബ് ബിൻ ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മക്കയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്. നല്ല സൗന്ദര്യമുള്ള ആളാണ്. മിസ്അബ് ബിൻ ഉമൈർ എന്ന ചെറുപ്പക്കാരൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കിലോമീറ്റർ അകലെയുള്ള ആളുകൾ അറിയും മിസ്അബ് വരുന്നുണ്ട്. മിസ്അബ് കടന്നു പോയാൽ മണിക്കൂറുകളോളം അറിയാം മിസ്അബ് ഈ വഴി നടന്നു പോയിട്ടുണ്ട്. അത്രയും കൂടിയ സുഗന്ധങ്ങളാണ്, അത്തറുകളാണ് ശരീരത്തിൽ പൂശിയത് എന്നാണ്. അത്രമാത്രം സമ്പത്ത്. മാത്രമല്ല, ജീവിതത്തിൽ ഒരു വട്ടം ധരിച്ച വസ്ത്രം, ഉദാഹരണത്തിന് ശനിയാഴ്ച ധരിച്ച വസ്ത്രം, അല്ലെങ്കിൽ ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണല്ലോ, ഈ വ്യാഴാഴ്ച ധരിച്ച വസ്ത്രം ഇനി ആയുസ്സിൽ ധരിക്കൂല. നമ്മളിപ്പോൾ ഇന്ന് ധരിച്ച വസ്ത്രം കഴുകിയിടും, അടുത്ത ആഴ്ച വീണ്ടും എടുത്തിടും, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും എടുത്തിടും. ഇല്ല, മിസ്അബ് ബിൻ ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മക്കയിൽ ആയുസ്സിൽ ഒരിക്കലിട്ടാൽ പിന്നെ ആ വസ്ത്രം പിന്നെ ഇടാറേ ഇല്ല. അത്രയ്ക്ക് സമ്പന്നതയായിരുന്നു മിസ്അബ് തങ്ങൾ. അങ്ങനെ മിസ്അബ് തങ്ങൾ ഇങ്ങനെ മക്കയിലൂടെ ഇങ്ങനെ ഓടിച്ചാടി കളിച്ച് രസി നടക്കുമ്പോഴാണ് ആരംഭപ്പൂവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദിവ്യബോധനത്തിന്റെ പുണ്യവചസ്സുകൾ ഇറങ്ങുക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി ഖുർആൻ ഇറക്കി കൊടുക്കുക. പ്രബോധനത്തിന്റെ പ്രചാര പോരാട്ട ഭൂമിക ഇവിടെ തുടക്കം കുറിക്കുകയാണ്. മുത്തനബി തങ്ങൾ മക്കയുടെ ദാറുൽ അർഖമിൽ നബി തങ്ങൾ കഴിയുകയാണ്. വരുന്ന ആളുകൾക്കൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു, ഖുർആനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മിസ്അബ് ബിൻ ഉമൈർ തങ്ങളും ഈ കഥ കേൾക്കുകയാണ്. ഒരു പ്രവാചകൻ കടന്നു വന്നിട്ടുണ്ട്, സത്യദീനാണ്, ഇസ്ലാമാണ് ദീൻ, അള്ളാഹുവാണ് ഈ ലോകത്തിന്റെ അധിപൻ, ഒരു മരണാനന്തര ജീവിതമാണ്. ഇതൊക്കെ കേൾക്കുകയാണ്. മിസ്അബ് തങ്ങൾക്കൊരു ആകാംക്ഷ, ചെറുപ്പക്കാരനാണല്ലോ, ഒരു ത്വരയായി ഇതൊന്ന് പോയി കാണണമല്ലോ, എന്താണെന്ന് അറിയണമല്ലോ. അങ്ങനെ മിസ്അബ് ബിൻ ഉമൈർ തങ്ങൾ ഒന്ന് വീക്ഷിക്കാൻ, ഒന്ന് ശ്രദ്ധിക്കാൻ, എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നബിതങ്ങൾ ഹദറത്തിലേക്ക് വരാൻ. അപ്പം നബിതങ്ങൾ ദാറുൽ അർഖമിലുണ്ട്. നബിതങ്ങൾ ആരാന്ന് ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി, ഖുർആനെ കുറിച്ച് പരിചയപ്പെടുത്തി. ഖുർആനിന്റെ വശ്യത കണ്ട് ഖുർആന്റെ പാരായണ വിസ്മയം തീർത്തപ്പോൾ മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. നബിയെ, ഇസ്ലാം മതം സ്വീകരിക്കാൻ. ഇതാരും നിർബന്ധിച്ചിട്ടല്ല കേട്ടോ, ആരും എന്നെ പ്രേരിപ്പിച്ചിട്ടല്ല കേട്ടോ, ഒന്നും കണ്ട് മതിമറന്നിട്ടുമല്ല കേട്ടോ, എനിക്കിത് മതി നബിയെ എന്ന് പറഞ്ഞ കോടീശ്വരനായ ചെറുപ്പക്കാർ ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, മോനെ ആലോചിക്കണം. തങ്ങൾ പറഞ്ഞു, ആലോചിക്കാനൊന്നുമില്ല, എൻ്റെ മനസ്സിൽ ഉറച്ച തീരുമാനമാണ്. അപ്പം നബി തങ്ങൾ പറഞ്ഞു, മോനെ ഇതാരോടും പറയരുത്, രഹസ്യമാക്കി വെക്കണം. ഇത് അള്ളാന്റെ കൽപ്പനയാണ്, ഇപ്പൊ പരസ്യമാക്കേണ്ട, രഹസ്യമാക്കി വെച്ചാൽ മതി. മിസ്അബ് തങ്ങൾ അംഗീകരിച്ചു. വീട്ടിലേക്ക് പോയി സാധാരണ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. കുറേ ദിവസങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നബി തങ്ങളെ കാണാൻ വേണ്ടി മിസ്അബ് തങ്ങൾ പോകും. അപ്പൊ ഇതിങ്ങനെ ആരെയോ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ എന്തുണ്ടായി, ഇത് നേരെ ഉമ്മയാകുന്ന ഉനാസയിലേക്ക് ചെന്ന് പറഞ്ഞു, നിങ്ങളുടെ മകൻ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനെ കാണാൻ പോകാനുണ്ട്, അവർ തമ്മിൽ എന്തൊക്കെയോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മോൻ വന്നപ്പോൾ ഉമ്മ ചോദിച്ചു, മോനെ നീ എന്നാ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനെ കാണാൻ പോയോ? മോൻ പറഞ്ഞു, ബല, ഞാൻ കാണാൻ പോയി. അപ്പൊ എന്ത് പറ്റി? അല്ല, വെറുതെ പോയതാ? അല്ല, ഞാൻ പോയതാ. അപ്പൊ ചോദിച്ചു, അല്ല നീ ആ മതത്തിലെങ്ങാനും ചേർന്നു എന്നൊക്കെ പറയണ കേട്ടു. ഞാൻ വിശ്വസിച്ചിട്ടില്ല കേട്ടോ, ആളുകൾ ഇപ്പൊ എന്താ പറയാ? മിസ്അബ് തങ്ങൾ പറഞ്ഞു, ഉമ്മ നിങ്ങളിപ്പോ കേട്ടതൊക്കെ സത്യമാണ്, ഞാൻ ആ മതത്തിൽ വിശ്വസിക്കാണ്. മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ അള്ളാഹുവിന്റെ ദൂതരാണ്. ഈ ലോകത്തിന് ഒരേ ഒരാളേ ഉള്ളൂ, ആരാധനക്കറിയണ അള്ളാഹുല മറ്റൊരാളില്ല. പുനാസ് പറഞ്ഞു, മോനെ നീ ചെറുപ്പാണ്, നിനക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ പറ്റിയതായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരെ പിന്നെ ചതിച്ചതായിരിക്കാം. ഒരു കാര്യം ചെയ്യും, ഉമ്മ ഇതാരോടും പറയില്ല, മോൻ അതൊക്കെ മാച്ച് കളഞ്ഞേക്ക്, അതൊക്കെ മറന്നേക്ക്, നമുക്കതൊന്നും വേണ്ട. നമുക്ക് ലാത്തയും ഉസ്സയും മനാത്തയും അങ്ങനെ തുടങ്ങിയ ദൈവങ്ങളില്ലേ, നമുക്ക് അവര് പോലെ, അതൊക്കെ പുതിയ മതങ്ങൾ, അതൊക്കെ വെറുതെ പറയുന്നതാ. മോൻ അങ്ങോട്ട് പോകണ്ട കേട്ടോ, മോൻ ക്ഷമിച്ചേക്ക്, അതൊക്കെ മറന്നേക്ക്. ഉനാസ എന്ന ഉമ്മയോട് പറഞ്ഞു, ഉമ്മ
ഞാനിത് ഉറച്ച തീരുമാനമാണ്. ഇതിങ്ങനെയൊന്നും പോവില്ല. ഞാൻ എൻ്റെ ഹബീബിനെ സ്നേഹിക്കുന്നു, എൻ്റെ റബ്ബിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു, അതല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ ഉമ്മയുടെ സ്വരം മാറി. അതുവരെ മാനവയുടെ ഭാഷയിൽ പറഞ്ഞ ഉമ്മ അവസാനം മോൻ മാറില്ല എന്ന് കണ്ടപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ നീ മാറിയില്ല എങ്കിൽ എൻ്റെ സമ്പത്തിൻ്റെ ഒരു നാണയത്തൊട്ട് നിനക്ക് തരൂല. അത്രയും കോടീശ്വരിയാണ്. ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ സമ്പത്ത് മുഴുവനും നിനക്കാണ്, 1 രൂപ നിനക്കാൻ തരൂല. അപ്പോഴേ മിസ്അബ് ബിൻ ഉമൈർ തങ്ങൾ ചോദിച്ചു, ഉമ്മ നിങ്ങൾ പറഞ്ഞ സത്യ, ഒന്നും തരൂല? ഈ ചോദ്യം കേട്ടപ്പോൾ ഉമ്മക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ടായി, മോൻ തിരിച്ചു വരാനായിരിക്കും. അതെ, ഞാൻ തരൂല, ഒന്നും തരൂല, എൻ്റെ സമ്പത്ത് നിനക്കൊന്നും ഉപകരിക്കൂല, ഞാൻ തരൂല എന്ന് പറഞ്ഞു. ഈ മതത്തിൽ അടിയുറച്ച് നിന്നാൽ ഉടൻ തന്നെ മിസ്അബ് ബിൻ ഉമൈർ തങ്ങൾ ഉനാസ എന്ന ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ കണ്ണൊന്നടയ്ക്കാൻ പറഞ്ഞു. ഉമ്മ വിചാരിച്ചു കെട്ടിപ്പിടിച്ച് മാപ്പ് പറയാനായിരിക്കും. ഉമ്മ ധൈര്യപൂർവ്വം കണ്ണടച്ചു. തൊട്ടടുത്തേ ഒരു മറയുടെ പുറകിലേക്ക് മിസ്അബ് ബിൻ ഉമൈർ തങ്ങൾ മാറിയെന്നാണ്. എന്നിട്ട് മിസ്അബ് ബിൻ ഉമൈർ തങ്ങൾ ധരിച്ചിരുന്ന കുപ്പായം ഊരി, ധരിച്ചിരുന്ന ഔറത്ത് മറയ്ക്കാൻ മാത്രം വെച്ചിട്ട് ബാക്കി വസ്ത്രം ഊരി, തലപ്പാ ഊരി, ആ ധരിച്ചിരുന്ന വസ്ത്രം ഊരി മേശപ്പുറത്ത് വെച്ചിട്ട് ഉമ്മയെ വിളിച്ചു, ഉമ്മ ഒന്നിങ്ങോട്ട് വന്നേ, ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം വില കൂടിയ വസ്ത്രമാണ്, ഇത് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് എനിക്ക് നിങ്ങൾ വാങ്ങി തന്നതാണ്. ഉമ്മ, ഈ സമ്പത്ത് പോലും, ഞാൻ ഉടുത്തിരിക്കുന്ന വസ്ത്രം പോലും എനിക്ക് വേണ്ട. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദ് നബിയ. എനിക്ക് എൻ്റെ റബ്ബിലാണ് തൃപ്തി, എൻ്റെ ഹബീബിലാണ് തൃപ്തി, എൻ്റെ ദീനിലാണ് തൃപ്തി. സമ്പത്തൊന്നും എനിക്ക് വേണം. ചിന്തിച്ചു നോക്കിയേ, കോടിക്കണക്കിന് സ്വത്ത് വെച്ച് നീട്ടിയിരിക്കുകയാണ്. മോനെ വന്നാൽ നിനക്ക് തരാം. മോൻ പറഞ്ഞു വേണ്ട. അങ്ങനെ ഉമ്മക്ക് വലിയ ബേജാറായി. പലതും പറഞ്ഞു നോക്കി, രക്ഷയില്ല. ഉപദ്രവിച്ചു നോക്കി, അടിച്ചു നോക്കി. അങ്ങനെ ഉപദ്രവം സഹിക്ക വയ്യാതെ വന്നപ്പോൾ മഹാനായ മിസ്അബ് ബിൻ ഉമൈർ തങ്ങൾ ഹബിഷയിലേക്ക് യാത്ര പോവാണ്. ഇന്നത്തെ എത്യോപ്യയിലേക്ക് യാത്ര പോവുകയാണ്. യാത്ര കഴിഞ്ഞ് ഹിജറയൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുന്നൊരു രംഗമുണ്ട്. അള്ളാഹിൻ്റെ റസൂല് പോലും കരഞ്ഞു പോയൊരു രംഗം. മിസ്അബ് ബിൻ ഉമൈർ തങ്ങൾ പോയപ്പോൾ നല്ല വസ്ത്രം ധരിച്ചു പോയ ആളാ, കോടീശ്വരനാണല്ലോ, വായിൽ സ്വർണ്ണക്കരണ്ടിയിട്ട് ജനിച്ച ആളാണല്ലോ. മിസ്അബ് ബിൻ ഉമൈർ തങ്ങൾ മടങ്ങി വന്നപ്പോൾ കീറിയ വസ്ത്രങ്ങൾ അണ്ടം വെച്ച് കഷ്ണം വെച്ച് തയ്ച്ച് തുന്നിപ്പിടിപ്പിച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് മിസ്അബ് ബിൻ ഉമൈർ തങ്ങൾ വരുന്ന രംഗം കണ്ട് നബി തങ്ങൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നാണ്. അങ്ങനെ മുത്തനബി തങ്ങളോടൊപ്പം മദീനയിൽ എത്തിപ്പെട്ടു. മദീനയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനോടൊപ്പം നിഴല് പോലെ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല സഞ്ചരിക്കുകയാണ്. അങ്ങനെ ഉഹദ് യുദ്ധം കടന്നു വന്നു. ഉഹദ് യുദ്ധ രണാകണ ഭൂമികയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഇസ്ലാമിൻ്റെ പതാക മഹാനായ മിസ്അബ് ബിൻ ഉമൈർ തങ്ങളുടെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. ആ ഉഹദിൻ്റെ രണാകണ ഭൂമികയിൽ മഹാനായ മിസ്അബ് ബിൻ ഉമൈർ തങ്ങൾ പതാക പിടിച്ചിരുന്ന വലതു കൈ ശത്രുക്കൾ അറുത്തു മാറ്റപ്പെട്ടു, വെട്ടിമാറ്റി. പതാക വിട്ടില്ല, ഇടത് കൈ കൊണ്ട് പിടിച്ചു എന്നാണ്. എന്നിട്ടോ ആ 2 കൈയും വെട്ടി. മിസ്അബ് തങ്ങളുടെ 2 കൈയും വെട്ടിമാറ്റി. ആലോചിക്കണം. എന്നിട്ട് നെഞ്ചോട് ഇസ്ലാമിൻ്റെ പതാക എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ ഷിആർ, ദീനിൻ്റെ അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ദീനാണ്. ഖുർആൻ അത് ദീനിൻ്റെ അടയാളമാണ്. അത് ചേർത്ത് പിടിക്കണം. ആ പതാക ഇങ്ങനെ നബി തങ്ങളെ ഏൽപ്പിച്ചല്ലേ, ചേർത്ത് പിടിച്ചു എന്നാണ്. ആ യുദ്ധരണാകരണ ഭൂമികയിൽ ഷഹീദായി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുക. അങ്ങനെ ആ ഷഹീദായ ജനാസകളെ എല്ലാവരും ഇങ്ങനെ പരതുമ്പോൾ മിസ്അബ് തങ്ങളുടെ ജനാസ കിട്ടി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോൾ സ്വഹാബത്ത് മിസ്അബ് ബിൻ ഉമൈർ തങ്ങളുടെ ശരീരത്തിൽ കഫംപുടവ പുകയ്ക്കാണ്. ഒരു മുണ്ട്, ഒരു മേൽത്തട്ടം, നബി തങ്ങൾ ധരിച്ച മേൽത്തട്ടം കൊടുത്തു. അതിങ്ങനെ മൂടുമ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അവിടത്തിൽ കാണാം ഒരു ചെറിയ കഷ്ണം തുണിയാണ്. അത് അണ്ടം വെച്ചിട്ടുണ്ട് മിസ്അബ് തങ്ങളുടെ. അതിങ്ങനെ മൂടുമ്പോൾ കാല് മൂടുമ്പോൾ തല വെളിയിലാണ്, തല മൂടുമ്പോൾ കാല് വെളിയിൽ. ആര് ചരിത്രമായി പറയണേ? കോടിക്കണക്കിന് സമ്പത്ത് ദുനിയാവിൽ തന്നപ്പോൾ അതെൻ്റെ റബ്ബിന് ഇഷ്ടമല്ല. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് ചേക്കേറിയ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ കോടീശ്വരനായി അവസാനം കഫം പുടവ പോലും തികയാതെ മൺമറഞ്ഞു പോയ മിസ്അബ് തങ്ങൾ. ആ മിസ്അബ് തങ്ങൾ അവസാനം നബി തങ്ങൾ പറഞ്ഞ് തലയിലേക്ക് മുണ്ടിടുക, എന്നിട്ട് കാലിൻ്റെ ഭാഗത്ത് പുല്ല് പറിച്ചു വെക്കാൻ പറഞ്ഞു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രമാത്രം ജീവിതത്തിൽ കണ്ട് അത്ഭുതപ്പെട്ടു പോയ മഹാനാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മിസ്അബ് തങ്ങളുടെ പദവി റബ്ബിൻ്റെ അടുക്കൽ ഉന്നതമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു മഹാൻ്റെ ഗുരുത്വം തരട്ടെ, മഹാൻ്റെ പൊരുത്തം തരട്ടെ, മഹാനോടൊപ്പം അള്ളാഹു സ്വർഗ്ഗം നിഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവർ, ഇതൊക്കെ മുൻഗാമികൾ അനുഭവിച്ച ജീവിതമാണ്. ഈ ത്യാഗം നമുക്ക് തരുന്ന പാഠം എന്താണ്? സത്യം നമ്മൾ കണ്ടാൽ നമ്മൾ ഉറച്ചു നിൽക്കണം.
മിസ്അബ് തങ്ങൾ സത്യം കണ്ടു, അത് ഉറച്ചു നിന്നു. അതുപോലെ മറ്റൊന്നാണ്, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ത്യാഗം ഒരിക്കലും അത് പാഴാവൂല, അത് ഉറപ്പാണ്. മറ്റൊരു പാഠം, നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാറ്റിമറിക്കാൻ കഴിയും. ആരോഗ്യം അത് ദീനിൻ്റെ മാർഗത്തെ ചെലവഴിക്കാൻ നമുക്ക് കഴിയും. അതുപോലെ സമ്പത്തും ദുനിയാവിൻ്റെ ആഡംബരങ്ങളും നമുക്ക് പരലോകം നഷ്ടമാകാൻ കാരണമാകരുത്. ഈ ഗുണപാഠമാണ് ഈ ചരിത്രം നമുക്ക് തരുന്ന പാഠം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതുപോലെയുള്ള കുറഞ്ഞ സമയത്ത് നല്ല നല്ല കഥകൾക്കായി ബദറിൻ തീരം ചരിത്ര കഥകൾ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ഇതുപോലെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്ന, നമ്മൾ പഠിക്കേണ്ട ചൊല്ലേണ്ട ദിക്റുകളുടെ ആയത്തുകളൊക്കെ മഹത്വം പറയുന്ന ഒരു ചാനൽ, വോയിസ് ഓഫ് ഷഫീഖ് ബദിലിൻ്റെ ചാനൽ, ഒരു 6 മണിയാകുമ്പോൾ രാവിലെ നിങ്ങൾക്ക് വീഡിയോ എത്തുന്നതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബദറിൻ തീരം ആത്മീയ മത്സരം രാത്രി 9 മണിക്കാണ്. മഹാന്മാരുടെ ഇതുപോലെ ചരിത്രം വിശാലമായി പാടി പറയുന്നൊരു മജ്ലിസാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഏറ്റെടുക്കുക, ദുആ ചെയ്യുക, ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.